പൊതുഗതാഗത മേഖലയെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ കേരളത്തിൽ ആയിരക്കണക്കിന് പേരെ തൊഴിൽരഹിതരാക്കുമെന്ന് എംഎൽഎ കെ ബാബു. കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ CITU RT ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തകർച്ചയിലേക്ക് നീങ്ങുന്ന പൊതുഗതാഗതത്തിന്റെ തലക്കടിക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്നും MLA വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ CITU RT ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും MLA കെ ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വിചാരിക്കുന്നത് 10 മണി മുതൽ 3 മണി വരെ വലിയ തിരക്കാണ് ഓഫീസിൽ നിന്നാണ്. എന്ത് ജോലിയാണ് അവർ ചെയ്യുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആഴ്ചയിൽ ഒരു 2 ദിവസം 3 ദിവസം ഉണ്ടാവും. ഏത് ടെസ്റ്റ് കാണിക്കുന്നുണ്ടാവും, ലൈസൻസ് കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരും. അതിനപ്പുറമുള്ള ദിവസങ്ങളിൽ ഈ സമയക്ലിപ്തത ഏർപ്പെടുത്തുമ്പോൾ നമ്മളെ പോലുള്ള തൊഴിലാളികൾക്കൊന്നും ലൈസൻസ് പുതുക്കാനോ അതുപോലെ നമ്മുടെ ടാക്സ് അടയ്ക്കാനോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിന് പോകാൻ കഴിയാത്ത സാഹചര്യം, കാണാൻ കഴിയാത്ത സാഹചര്യം. ഒരു കാലഘട്ടത്തിൽ RT ഓഫീസുകളിൽ യഥാർത്ഥത്തിൽ നിയന്ത്രിച്ചിരുന്നത് അവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഓഫീസർമാരല്ലായിരുന്നു, ഏജന്റുമാരായിരുന്നു. അതിനൊക്കെ വലിയ തോതിലുള്ള മാറ്റം ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് അതിനൊന്നും ഞങ്ങൾ എതിരല്ല. തകർച്ചയിലേക്ക് നീങ്ങുന്ന പൊതുഗതാഗതത്തിന്റെ തലക്കടിക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്നും MLA പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ CITU RT ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും MLA കെ ബാബു ഉദ്ഘാടനം ചെയ്തു. സ്പെയർ പാർട്സുകളുടെയും ഇന്ധന വില വർധനവും പൊതുഗതാഗത മേഖലയെ തകർക്കുന്നതാണ്. ഗതാഗത മേഖലയ്ക്ക് ഇളവുകൾ പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമെങ്കിലും അത് ചെയ്യാത്തത് കൂടുതൽ പ്രതിസന്ധിയാണെന്നും MLA കെ ബാബു പറഞ്ഞു. വാഹനങ്ങളുടെ വർദ്ധിപ്പിച്ച ഫിറ്റ്നസ് ഫീസ് വർധന പിൻവലിക്കുക, RT ഓഫീസിൽ പ്രവേശനം നിഷേധിക്കുന്ന നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ RT ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. അഞ്ചുവിളക്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ MS കറിയ അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ സുക്കൂർ, PG മോഹൻകുമാർ, സോണി രാജ്, പ്രേമകുമാരൻ, M പ്രമോദ്, പ്രതീഷ്, മനോഹരൻ, TP രാധാകൃഷ്ണൻ, ജെയ്സൺ പള്ളായി, ശശിധരൻ എന്നിവർ സംസാരിച്ചു.